നിർഭാഗ്യകരമായ അവസ്ഥയാണ്. സംസ്ഥാനത്തിൻ്റെ വികസനത്തെ തകർക്കാൻ കേന്ദ്രം നടത്തുന്ന ഈ നീക്കങ്ങളെ തുറന്നു കാട്ടാൻ സമീപനം സ്വീകരിക്കുകയല്ല പ്രതിപക്ഷം ചെയ്യുന്നത്. അതിനു പകരം സംസ്ഥാനത്തുള്ള പ്രതിപക്ഷം കേരളത്തിന് അർഹമായ വിഹിതം ചോദിച്ച് വാങ്ങുന്നതിന് കേന്ദ്രത്തിൻ്റെ മുന്നിൽ സംസാരിക്കാൻ പോലും തയ്യാറല്ല, നിവേദനം നൽകാനും തയ്യാറല്ല. പ്രതിപക്ഷ നേതാവും UDF എംപിമാരും കേരളത്തിലെ ജനങ്ങളോട് കടുത്ത വഞ്ചനയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പാർലമെൻറ്റിൽ കേരളത്തിൻ്റെ ആവശ്യങ്ങൾക്കായി ശബ്ദമുയർത്താൻ ഇവർ തയ്യാറാകുന്നില്ല. രാഷ്ട്രീയ ലാഭത്തിനായി നാടിൻ്റെ വികസനത്തെ ബലി കൊടുക്കാനാണ് തയ്യാറാകുന്നത്. കേന്ദ്ര ഗ്രാൻഡ് ഇൻ എയ്ഡിൽ 15,309 കോടി 60 ലക്ഷം രൂപയുടെ കുറവ്, അത് 56%. ആ കുറവുണ്ടായിട്ടും ഇവർ മൗനം പാലിക്കുന്നത് ആർക്കു വേണ്ടിയാണ്? നമ്മുടെ സംസ്ഥാനത്തിന് അർഹമായത് നിഷേധിക്കുമ്പോൾ സംസ്ഥാന താൽപ്പര്യം ഉയർത്തിപ്പിടിക്കാൻ എല്ലാവരും ശ്രമിക്കേണ്ടതല്ലേ? കേരളത്തിനെ അപമാനിക്കാനും വികസനം മുടക്കാനും ലഭിക്കുന്ന സന്ദർഭങ്ങളൊന്നുപോലും ഇവർ പാഴാക്കുന്നില്ല എന്നതും ലജ്ജാകരമായ കാര്യമാണ്. കേന്ദ്ര സർക്കാർ ഇത്തരം നടപടികൾ സ്വീകരിക്കുമ്പോൾ UDFൻ്റെ സമീപനം എന്താണ്? ലോക്സഭയിൽ 18 എംപിമാർ എന്ത് സമീപനമാണ് കൈക്കൊള്ളുന്നത്? എങ്ങനെ കേരളത്തിനുള്ള സഹായം കുറക്കാം എന്ന ലക്ഷ്യത്തോടെ ചോദ്യങ്ങൾ ഉയർത്തുന്നവർ നമ്മുടെ പ്രശ്നങ്ങൾ ഉയർത്താൻ തയ്യാറാകുന്നില്ല. പ്രതിസന്ധി ഘട്ടങ്ങളിൽ കേരളത്തിൻ്റെ പൊതു താൽപ്പര്യത്തിനെതിരെ കേന്ദ്ര ഭരണകക്ഷിയോട് ചേർന്ന് നിൽക്കാനാണ് UDF ശ്രമിക്കുന്നത്. കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഈ സാമ്പത്തിക വിവേചനം അവസാനിപ്പിക്കണം. IGST വിഹിതം ഉടനടി പുനഃസ്ഥാപിക്കാനും അന്യായമായി വെട്ടിക്കുറച്ച വായ്പാ പരിധി തിരികെ നൽകാനും കേന്ദ്രം തയ്യാറാകണം. GSDP കണക്കുകളിലെ അപാകത പരിഹരിച്ച് അർഹമായ കടമെടുപ്പ് അവകാശം കേരളത്തിന് നൽകാൻ തയ്യാറാകണം. നമ്മൾ ചോദിക്കുന്നത് ദാനമല്ല, മറിച്ച് ഭരണഘടനാപരമായി നമ്മുടെ അവകാശമാണ്. കേരളത്തിൻ്റെ ന്യായമായ അവകാശങ്ങൾ അംഗീകരിക്കുന്നതുവരെ ജനാധിപത്യപരമായ പോരാട്ടം നമ്മൾ തുടരുക തന്നെ ചെയ്യും. ഈ സന്ദർഭത്തിൽ കേരളത്തിലെ ജനങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് ഒരു കാര്യം മാത്രമാണ്. നമ്മുടെ നാടിനെ തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികളെ തിരിച്ചറിയണം. ഏത് പ്രതിസന്ധിയിലും സർക്കാർ ജനങ്ങൾക്കൊപ്പമുണ്ടാകും. കേന്ദ്രത്തിൻ്റെ സാമ്പത്തിക ഉപരോധത്തെ ജനകീയ പ്രതിരോധത്തിലൂടെ നമ്മൾ മറികടക്കും. പ്രളയങ്ങളെയും മഹാമാരികളെയും അതിജീവിച്ച കേരളത്തിൻ്റെ ഇച്ഛാശക്തിക്ക് മുന്നിൽ ഇത്തരം രാഷ്ട്രീയ കുതന്ത്രങ്ങൾ വിജയിക്കില്ല. വികസിത രാജ്യങ്ങൾക്ക് സമാനമായ ജീവിത നിലവാരമുള്ള ഒരു നവകേരളം നിർമ്മിക്കാനുള്ള നമ്മുടെ യാത്രയിൽ എല്ലാ മലയാളികളുടെയും പിന്തുണയും സഹകരണവും അഭ്യർത്ഥിക്കുന്നു. ഒറ്റക്കെട്ടായി നിന്നാൽ ഒരു ശക്തിക്കും കേരളത്തിൻ്റെ കുതിപ്പിനെ തടയാനാകില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.